നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട് കണിയാമ്പറ്റയിലെ പുലിയുടെ ഭീഷണി, അതിൻ്റെ പേടി നാട്ടുകാർക്ക് തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത രാവിലെ ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വിശദമായി തന്നെ പ്രേക്ഷകർക്കായി എത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് പാർലമെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് പാസ്സാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത്. അത് തൊഴിലുറപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ സംസ്ഥാനങ്ങളുടെ ചില ആശങ്കകളൊക്കെ ഉണ്ട്. ഒപ്പമുള്ള ഘടകകക്ഷികളായ JDU-വിനും മറ്റും ഈ വിഷയത്തിൽ ചില ആശങ്കകളൊക്കെ സർക്കാരിനോട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇന്ന് ആ ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രധാനം. ഇന്നൊരു പക്ഷേ അത് പാസ്സാക്കി എടുത്തേക്കാം. മറ്റൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളുള്ള സജീവമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വയനാട് കണിയാമ്പറ്റയിലെ കടുവ ജനവാസ മേഖലയിൽ തുടരുന്നു. ചീക്കല്ലൂർ പുളിക്കൽ വയലിൽ കടുവയെ കണ്ടു. തുരത്താൻ തെർമൽ ഡ്രോണും ക്യാമറ ട്രാപ്പുകളും ഉപയോഗിക്കും. മയക്കുവെടി വെക്കാൻ ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങൾ ഗൗരവമായി അന്വേഷിച്ച SIT. ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായി രേഖപ്പെടുത്തി. രാജ്യാന്തര പുരാവസ്തു കടത്തു സംഘവുമായി സ്വർണ്ണക്കടത്തിന് ബന്ധമുണ്ടെന്ന് ചെന്നിത്തല. കുട്ടനാട് തോൽവിയിൽ തമ്മിലടിച്ച് CPM-ഉം CPI-യും. മുന്നണി മര്യാദ പാലിക്കാത്തവരാണ് CPM എന്ന് CPI ജില്ലാ സെക്രട്ടറി. CPI ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് പരാജയ കാരണമെന്ന് CPM. തെരഞ്ഞെടുപ്പിൽ ഇടതിന് നഷ്ടമായത് കൈനകരിയും രാമങ്കരിയും നീലംപേരൂരും ഉൾപ്പെടെ പാർട്ടി കോട്ടകൾ. തൊഴിലുറപ്പ് ഭേദഗതി ബിൽ ഇന്ന് പാസ്സാക്കാൻ കേന്ദ്ര നീക്കം. ഇന്നത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന വിഹിതം 40% JDU-വിനും TDP-ക്കും ആശങ്ക. YSR കോൺഗ്രസിന്റെ പിന്തുണ തേടാൻ സർക്കാർ ശ്രമം. സിഡ്നി വെടിവെപ്പിലെ അന്വേഷണം ഇന്ത്യയിലേക്ക്. വെടിവെപ്പ് നടത്തിയ സാജിദ് അക്രം ഇന്ത്യയിലെത്തിയതായി കണ്ടെത്തൽ. 2022-ൽ സാജിദ് എത്തിയത് ഹൈദരാബാദിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം വയനാട്ടിലേക്ക് ഒന്ന് പോകണം. അവിടെ കണിയാമ്പറ്റയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്താൻ ശ്രമം തുടരുകയാണ്. കൂട് സ്ഥാപിക്കാനും മയക്കുവെടി വെക്കാനും ഉത്തരവ് ലഭിച്ചതിനാൽ ആവശ്യമെങ്കിൽ ആ മാർഗവും തേടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പനമരത്തും കണിയാമ്പറ്റയിലും സ്കൂളുകൾക്ക് അവധിയാണ്. തെർമൽ ഡ്രോണുകളും ക്യാമറ ട്രാപ്പുകളും മറ്റും തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജയരാജ് ബത്തേരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. ജയരാജ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശങ്കയിലാണ്. അവിടെ കുങ്കിയാനകളുടെയും മറ്റും സാന്നിധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ, കടുവ ഇന്നലെ വീണ്ടും ജനവാസ മേഖലയിൽ കണ്ടെത്തിയതാണോ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ 3 ദിവസമായി ചീക്കല്ലൂർ, അതുപോലെ തന്നെ പച്ചിലക്കാട്, പടിക്കംവയൽ എന്ന ഗ്രാമങ്ങളിൽ ഭീതി പടർത്തിയ ഈ കടുവയെ ഇന്നലെ ഉച്ചയോടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ വിവരം തന്നത്. ചീക്കല്ലൂർ പുളിക്കം വയലിൽ ഒരു കുറ്റിക്കാട്ടിനോട് ചേർന്ന്, അല്ലെങ്കിൽ കുറ്റിക്കാട്ടിനുള്ളിൽ കടുവ വിശ്രമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1 മണിയോടെയാണ് ഈ കടുവയെ അവിടെ കണ്ടെത്തിയത്. എന്നാൽ രാത്രി 8 മണി വരെ ഇതൊരു ഉപദ്രവകാരി അല്ലാത്ത കടുവ ആയതുകൊണ്ട് തന്നെ അതിനെ തൊട്ടടുത്തുള്ള നീർവാരത്തുള്ള കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമമാണ് നടത്തിയത്. 8 മണി വരെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും ഈ ഒരു കടുവയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ രാത്രി 8 മണിക്ക് ശേഷം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ഇതിനെ തുരത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും നേരെ വിപരീതമായി സംഭവിക്കുക ഒരു സംഭവമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ തൊട്ടടുത്ത ജനവാസ കേന്ദ്രമായ മേച്ചേരിക്കുന്നിലേക്ക് ഈ കടുവ കടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് രാത്രി. അതോടെ തന്നെ ഈ ശ്രമങ്ങളെല്ലാം പാളിയ ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഇതിപ്പോൾ മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണ്. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ എവിടെയാണ് കടുവ എന്നുള്ളത് അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ഇതിനിടയ്ക്കാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഒരു ഉത്തരവ് വന്നത്. ഒന്നുകിൽ കൂട് വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു ഓർഡറാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ വന്യജീവി സങ്കേതത്തിലെ 112-ാം നമ്പർ കടുവ ഇതൊരു ഉപദ്രവകാരിയായ കടുവയായിട്ട് ഇതിനെ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഇന്നത്തെ ദൗത്യവും ഇതിനെ മാക്സിമം കാട്ടിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടിക്കും.
അല്ലെങ്കിൽ കൂട് വെക്കും. കൂട് വെക്കുക എന്നുള്ളത് പെട്ടെന്ന് കൂട്ടിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഈ കടുവയുടെ സഞ്ചാരപഥം കണക്കാക്കിയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഭരത് വിക്രം എന്ന് പറയുന്ന 2 കുങ്കിയാനകളുടെ സേവനമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും കൽപ്പറ്റ, അതുപോലെ തന്നെ ബേഗൂർ, വെള്ളമുണ്ട തുടങ്ങിയ റേഞ്ചിലെ എല്ലാ ഫോറസ്റ്റ് ജീവനക്കാരും, അതുപോലെ തന്നെ മാനന്തവാടി, കൽപ്പറ്റ RRT സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ റവന്യൂ, പോലീസ് എല്ലാവരുടെയും ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് കടുവ. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ കടുവയുടെ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇന്ന് തീർച്ചയായും പകല് കടുവയുടെ തിരച്ചില് ഊർജിതമായി തന്നെ നടത്തും. ഈ പറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ മയക്കുവെടി വെക്കും, അല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നമുക്ക് അറിയുന്നത്. രഞ്ജിത്ത്, ആ പ്രദേശത്തെ ഒരു ഭീതിയാണല്ലോ ജയരാജ് മറ്റൊരു പ്രശ്നം. കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. പനമരത്തും കണിയാമ്പറ്റയിലും മറ്റും സ്കൂളുകൾക്ക് അവധി കൊടുത്ത ഒരു പശ്ചാത്തലം ഉണ്ട്. ഇടയ്ക്കിടെ ഇത്തരം സംഭവം ആവർത്തിക്കുന്നുണ്ട്. ജനവാസ മേഖലയാണ്, വലിയ കാര്യമായ ജനങ്ങളൊക്കെ ഉള്ളതാണ്. അവിടുത്തെ ഒരു എന്താണ് ദൈനംദിന പ്രവർത്തികൾ തന്നെ സ്തംഭിച്ചൊരു അവസ്ഥയല്ലേ അവിടെ? തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് പലയിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കടുവ ഭീഷണി വർഷങ്ങളായിട്ട് നിലനിന്നിരുന്നു. നിരവധി ആളുകൾക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുണ്ട്. മനുഷ്യനെ ഭക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കടുവ. ഇതൊക്കെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പറയുന്ന ചീക്കല്ലൂർ അല്ലെങ്കിൽ ഈ പച്ചിലക്കാട് പടിക്കമയിൽ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ഒരു വനപ്രദേശം എന്ന് പറയാൻ കഴിയില്ല. വനം കുറച്ചുകൂടി ദൂരത്താണ്. പക്ഷെ ആ ഒരു ഇടത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വന്യമൃഗത്തിന്റെ ശല്യം, പ്രത്യേകിച്ച് കടുവയുടെ ഒരു ശല്യം ജനങ്ങൾക്ക്. അത് തന്നെ വലിയൊരു ഭീതിയാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 2-3 ദിവസമായി ജനങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ സ്കൂളുകൾക്കൊക്കെ ചില കണിയാമ്പറ്റ, അതുപോലെ തന്നെ പനമരം ഭാഗത്തുള്ള പല വാർഡുകളിലെയും സ്കൂളുകൾക്ക് അവധിയാണ്. ഇപ്പൊ പരീക്ഷ കാലമായിരുന്നിട്ട് പോലും പരീക്ഷയ്ക്കും ഈ അവധി ബാധകമായിരിക്കുമെന്ന് ഇന്നലെ കലക്ടർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീർത്തും ഭീതിയിലാണ്. ഇപ്പൊ ഇന്ന് കടുവ ഇരിക്കുന്ന മേപ്പയായിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലവും ഒരു ജനവാസ കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ ഭീതിയിൽ തന്നെയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പനമരത്തും കണിയാമ്പറ്റയിലും മറ്റും ഈ തെർമൽ ഡ്രോൺ ഒപ്പം ക്യാമറകൾ ഇതൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. കുങ്കിയാനകളുണ്ട് ജയരാജ്, ക്യാമറ ട്രാപ്പുകളുണ്ട്. ഈ ക്യാമറയുടെ കണ്ണുകളിലൊക്കെ പുലിയുടെ ഒരു സാന്നിധ്യം പതിയുന്നുണ്ടോ? കൂടുതൽ RRT സംഘങ്ങളോ അങ്ങനെ കൂടുതൽ സേനാ വിഭാഗങ്ങളെയൊക്കെ അങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഈ കടുവയുടെ സാന്നിധ്യം കൂടുതലായും കാണുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? തീർച്ചയായും വനത്തിനോടടുത്ത മേഖലയിലാണ് കൂടുതലും കടുവകൾ ഇറങ്ങാറുള്ളത്. പക്ഷെ ഇത് വനമേഖലയിൽ നിന്നും കുറച്ചുകൂടി ദൂരമുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ഇത്തരത്തിലൊരു ആശങ്ക വരാനുള്ള ഒരു കാരണവും ഇത്രയും വലിയ ഒരു ഭീതി വരാനുള്ള കാരണവും. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ കടുവ ഇറങ്ങുന്നത് കുറവാണ്, പ്രത്യേകിച്ച് പടിക്കമയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്. എന്തായാലും എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ മയക്കുവെടി തന്നെ ആയിരിക്കും വെക്കാനുള്ള ഒരു സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായി കിട്ടിയ ഒരു അറിവ്. കാരണം കൂട് വെക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം ഈ കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതുമല്ല ഈ കടുവ എന്ന് പറയുന്നത് വളരെ ബുദ്ധിയുള്ള ഒരു ജീവിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മണം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കടുവ കൂട്ടിൽ കയറാതെ ഇരിക്കും. അപ്പോൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് മയക്കുവെടി വെക്കുന്നതിനായിരിക്കും. പക്ഷേ ഈ മയക്കുവെടി വെക്കുക എന്നുള്ളതും ഏറ്റവും വലിയ ഒരു റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം കടുവ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് പ്രത്യേകം വീക്ഷിക്കണം. ഇത് പകൽ സമയത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട്. സൂര്യാസ്തമയത്തിന് ശേഷം കടുവയെ മയക്കുവെടി വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുന്ന സംഘത്തിന് തന്നെ ഇത് വലിയൊരു റിസ്ക് ആണ്. കാരണം കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം. കടുവ ക്ഷീണിതനാണെങ്കിൽ അതിന്റെ ഡോസ് കുറയ്ക്കണം. അതുപോലെ തന്നെ കടുവയുടെ തുട, അതുപോലെ തന്നെ അത്തരത്തിലുള്ള തോളിലൊക്കെ വെടിവെക്കാൻ പാടുള്ളൂ. മുഖത്തോ അല്ലെങ്കിൽ നെഞ്ഞത്തോ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ കടുവയ്ക്ക് മരണം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ 5 വയസ്സുള്ള ആരോഗ്യവാനായ കടുവയാണല്ലേ 112 വയനാട് വന്യജീവി സംഘത്തിലെ 112 നമ്പർ കടുവ. ഇവൻ ഈ വയലിന്റെ നടുക്ക് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് രാത്രിയോടെ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിപ്പോൾ അടുത്തുള്ള വനമേഖല എന്ന് പറയുന്നത് പാതിരിയമ്പം അല്ലേ? പാതിരിയമ്പം വനമേഖലയാണ്. അങ്ങോട്ടേക്ക് കയറ്റി വിടുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം.
തീർച്ചയായും ലക്ഷ്യം അതാണെങ്കിൽ പോലും കയറ്റിവിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, കാരണം അത്രത്തോളം രീതിയിലാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞു 5 വയസ്സുള്ള ഒരു ആൺകടുവയാണ്, പക്ഷേ 2 ദിവസത്തെ അതിന്റെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ക്ഷീണിതനായിരിക്കാം കടുവ. അപ്പൊ അത്തരത്തില് ഒരുപാട് റിസ്ക് ഫാക്ടറുകൾ ഈ ഒരു മയക്കുവെടി വെക്കുന്നതിലുമുണ്ട്. എന്തായാലും ഈ ദൗത്യസേനയെ സംബന്ധിച്ച് വലിയ ഒരു റിസ്ക് ആണ് ഈ ഒരു കടുവയെ തുരത്തുക എന്നുള്ളത്. എന്തായാലും ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം, ഏറ്റവും പുതിയതായിട്ട് മാക്സിമം ഒരു ഉച്ചവരെ ഇതിനെ തുരത്താനുള്ള ശ്രമം നടത്തും, എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം. എന്നിട്ട് നിവൃത്തിയില്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ ഭീതിയിലാണ് ആ പ്രദേശം എന്ന് വേണം മനസ്സിലാക്കാൻ. പടിക്കം വയലിലെ ജനവാസ പ്രദേശത്തിന് ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയാണ് കടുവയുടെ ദൃശ്യം ഡ്രോണിൽ പതിഞ്ഞത്. RRT സംഘം നേരിൽ കടുവയെ കണ്ടു. 80ഓളം വരുന്ന വനപാലക സംഘം ഇന്നലെ ഉച്ചയോടെ ഈ പ്രദേശം വളഞ്ഞിരുന്നു. വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളതിനാൽ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 163 പ്രകാരം പ്രദേശത്ത് നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡ്രോൺ അടക്കം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധന കാര്യമായി തന്നെയുണ്ട്. വയലിനോട് ചേർന്ന് കാട് പിടിച്ച സ്ഥലത്താണ് ഈ സാന്നിധ്യം. കടുവയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം, നേരത്തെ ജയരാജ് പറഞ്ഞതുപോലെ കാട്ടിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ആദ്യം, അതിനുള്ള ശ്രമമാണ് ആദ്യം. പക്ഷേ അത് വിജയിച്ചില്ല എങ്കിൽ മയക്കുവെടി വെച്ച് കാട്ടിൽ അതിനെ കൊണ്ടുവിടുക എന്നുള്ള ശ്രമം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 5 വയസ്സുള്ള ആൺകടുവ ആരോഗ്യവാനാണ്, പക്ഷേ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന പ്രശ്നങ്ങളടക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വിശക്കുന്ന കടുവ ഏറെ അപകടകാരിയാണ് എന്ന കാര്യത്തിൽ, വിശന്ന് വലഞ്ഞിരിക്കുന്ന കടുവ വലിയ അപകടകാരിയാണ്. അവന് വിശപ്പ് തന്നെയാണ് പ്രധാനം. അതിന് ഏത് തരത്തിലുള്ള മാർഗവും സ്വീകരിക്കും, സംശയമില്ല. 112-ാം നമ്പർ വയനാട് വന്യജീവി സങ്കേതത്തിൽ 112-ാം നമ്പർ കടുവയാണ്. ഈ ജനങ്ങളുടെ അവിടെ അവധിയുണ്ട് പനമരത്തും കണിയാമ്പറ്റയിലും ജയരാജ്. ഒപ്പം ഈ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെയുള്ള പ്രദേശമാണല്ലോ. മറ്റൊരു കാര്യം, ജനങ്ങളൊക്കെ ജോലിക്ക് പോവുകയും ഇപ്പോൾ കൂലിപ്പണിയൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. കാർഷിക മേഖലയാണ്, അത് പൂർണ്ണമായും അത്തരം കാര്യങ്ങളൊക്കെ സ്തംഭിച്ചിരിക്കുകയല്ലേ? തീർച്ചയായും, കാരണം കർഷകർ അധികം 2 ദിവസം ഒന്നും അവരുടെ ജോലിക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വനംവകുപ്പ് അതുപോലെ പോലീസും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ മറ്റ് ജോലികൾക്ക് പോകുന്ന ആളുകൾ ദൂരസ്ഥലങ്ങളിലായതുകൊണ്ട് അവർ പോകുന്നുണ്ട്. പക്ഷേ സ്കൂളുകളെല്ലാം ഈ പറഞ്ഞ കുറച്ച് വാർഡുകളിൽ സ്കൂളുകളെല്ലാം 2 ദിവസമായിട്ട് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും ജനങ്ങൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. കൂടുതലുമായും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും മാധ്യമപ്രവർത്തകരും തന്നെയാണ് കൂടുതലുമായി അവിടെ ഉണ്ടായിരുന്നത്. ആളുകളെ മാറ്റി മാറ്റി വിടുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകം രഞ്ജിത്ത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ ജാഗ്രത പാലിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കടുവയെ തുരത്തുന്നവരെ ജനങ്ങൾ കൂട്ടം കൂടി നിന്ന് അത് വലിയ ഒരു ദൗത്യസേനയ്ക്ക് വലിയൊരു ബാധ്യതയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ജനങ്ങളെ മാറ്റാനുള്ള ജനങ്ങളൊരു കൗതുകത്തിന് വേണ്ടിയാണ് വരുന്നതെങ്കിലും അത് വലിയൊരു അപകടമാണ് സൃഷ്ടിക്കുക. അപ്പോൾ നമുക്ക് ഇതിലൂടെ തന്നെ പറയാനുള്ളത്, ജനങ്ങൾ മാക്സിമം സഹകരിക്കുക, മാറി നിന്നോ അല്ലെങ്കിൽ വീട്ടിലൊന്നും സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നമുക്ക് ഇതിലൂടെ വെക്കാനുണ്ട്. കാരണം അത്രയും അപകടകാരിയാണ് ഈ കടുവ എന്ന് പറയുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ആ മേഖലയിൽ ഭീതിയുണ്ട്, അത് ഒഴിവാക്കാനുള്ള ശ്രമം RRT സംഘം നടത്തുന്നുണ്ട്. ജയരാജാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് ജാഗ്രതയോടെ അധികൃതർ കാത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. അത് കുട്ടനാട്ടിൽ നിന്നാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ കോട്ടയാണ്, കൊത്തളങ്ങളാണ്. അവിടെ അങ്ങനെ ഇടിച്ചു കയറി ചെല്ലുക എന്ന് പറയുന്നത് മറ്റ് പാർട്ടികൾക്കൊക്കെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ അത്ഭുതകരമായ, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചു എന്നുള്ളതാണ്. ഈ CPM-ൻ്റെയും CPI-യുടെയും കയ്യിലിരുന്ന പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ഇത്തവണ UDF പിടിച്ചെടുക്കുന്ന സാഹചര്യം, BJP-യും ചില സ്ഥലങ്ങളിൽ കടന്നു കയറുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങി. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിൽ ഏറ്റ തിരിച്ചടിയുടെ പേരിൽ തുറന്ന പോരിൽ CPM-ഉം CPI-യും എത്തുകയാണ്. മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് കൈനഗിരി ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിൽ ഉണ്ടായ പരാജയമെന്ന് CPM ആരോപിക്കുമ്പോൾ, മുന്നണി മര്യാദ പാലിക്കാത്ത CPIM തങ്ങളുടെ സംഘടനാപരമായ വീഴ്ച മറച്ചുവെക്കാൻ CPI-യെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി തുറന്നടിച്ചു. ഇരുകൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ അടിയുറച്ച പാർട്ടി കോട്ടകളിൽ ഏറ്റ പ്രഹരം ഇടതുമുന്നണിയെ ആകെ ഞെട്ടിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുകോട്ടയാണ് കുട്ടനാട്. രാമങ്കരിയും കൈനഗിരിയും ഒക്കെ 25 വർഷത്തിനു മേലായി ചുവന്നു തന്നെ നിൽക്കുന്നു. എന്നാൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ആകെയുള്ള 13 പഞ്ചായത്തുകൾ 9 UDF വിജയക്കൊടി പാറിച്ചു. ഏത് പ്രതികൂല തരംഗത്തിലും കുലുങ്ങാത്ത കൈനഗിരിയും രാമങ്കരിയും നീലംപേരൂർ പഞ്ചായത്തുകളും ഇടതിനെ കൈവിട്ടപ്പോൾ ഭരണം 4 മാത്രമായി ചുരുങ്ങി. നീലംപേരൂർ ആകട്ടെ 14 വാർഡുകളിൽ 7 വിജയിച്ച് NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി.
ഗുരുതര സംഘടനാ പ്രശ്നങ്ങൾ CPM നേരിടുന്ന കമ്മിറ്റികളിലൊന്നാണ് കുട്ടനാട് ഏരിയ കമ്മിറ്റി. പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം വലിയ കൊഴിഞ്ഞുപോക്കാണ് CPM അഭിമുഖീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ സീറ്റ് തർക്കം കൂടി വന്നതോടെ വലിയ തിരിച്ചടി നേരിട്ടു. എന്നാൽ CPI 5 പഞ്ചായത്തുകളിലോളം ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് കുട്ടനാടിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് CPM ആരോപിക്കുന്നത്. ഞങ്ങളുടെ പരമ്പരാഗതമായ പല പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ഞങ്ങൾ കുട്ടനാട് മണ്ഡലത്തിൽ ഉണ്ടായ പക്ഷേ LDF-നകത്തെ ചില പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ വിശദമായി പരിശോധിച്ച് കൂടുതൽ ഐക്യത്തോടുകൂടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് നല്ല യോജിപ്പോട് കുട്ടനാട് മണ്ഡലം മുന്നോട്ട് പോകും. CPM-ന്റെ സംഘടനാ വീഴ്ച CPI-യുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിക്കേണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി തിരിച്ചടിച്ചു. CPI-യുടെ കുട്ടനാട്ടിലെ വളർച്ച അംഗീകരിക്കാൻ CPM തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, സീറ്റ് വിഭജനത്തിൽ മുന്നണി മര്യാദകളെല്ലാം ലംഘിക്കപ്പെട്ടു. നഗരസഭകൾ CPI കാലുവാരിയെന്നും ആരോപണമുയർന്നു. കൈനകരിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ CPM-ന് ഭരണം നഷ്ടപ്പെടാത്തൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് അടക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം CPI-യുടെ തലയിൽ ചാരുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി ബോധപൂർവം ശ്രമിക്കുന്നത് അവരുടെ സംഘടനാപരമായ വീഴ്ചകൾ മറച്ചുവെക്കാനാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സ്ഥിതി രൂക്ഷമാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലത്ത് CPM-ൽ നിലനിന്നിരുന്ന രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് രാമങ്കരയിൽ വലിയ വിഭാഗം CPM പ്രവർത്തകർ CPI-യിലേക്ക് പോയിരുന്നു. ഇത്തവണ 8 വാർഡുകളിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് പഞ്ചായത്ത് ഭരണം കൈവിട്ടു പോകുന്നതിന് കാരണമായെന്ന് മാത്രമല്ല, ഒരു വാർഡ് മെമ്പർ പോലും ഇല്ലാതിരുന്ന BJP-ക്ക് രാമങ്കരിയിൽ 3 സീറ്റുകൾ വരെ ലഭിച്ചു. LDF-ന് വെറും 4 വാർഡുകൾ മാത്രമാണ് വിജയിക്കാനായത്. കുട്ടനാട്ടിലെ പോക്ക് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയ CPM പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തത്രപ്പാടിലാണ്. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. ഇപ്പോൾ ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള ചർച്ചകളൊക്കെ CPM-ഉം CPI-യും തമ്മിൽ നടക്കുന്നുണ്ടാകാം. മറ്റു വാർത്ത തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്തും കോർപ്പറേഷനിൽ വലിയ പരാജയമാണ് LDF സംവിധാനത്തിന് നേരിട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഒരു വിജയമാണ് BJP നേടുന്ന പശ്ചാത്തലമുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ചില പാർട്ടി നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, മേയർ ആര്യ ഉൾപ്പെട്ട ഒരു ഡ്രൈവറുമായുള്ള തർക്കത്തിൻ്റെ കേസുണ്ട്. അത് അവർക്ക് വലിയ പേരുദോഷമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ ഡ്രൈവർ യദു മേയർക്കെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തന്നോട് ചെയ്ത ക്രൂരതകൾക്ക് ഇപ്പോൾ ആര്യ അനുഭവിക്കുന്നുവെന്നാണ് ഡ്രൈവർ യദുവിൻ്റെ പക്ഷം. തൊഴിലാളി ദിനത്തിൽ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞുവിട്ടു. എന്നാൽ മേയർക്കെതിരായ വിമർശനങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നും യദു തുറന്നു പറയുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ LDF-ന് അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് മേയർക്കെതിരെ പരാതി നൽകിയ KSRTC ഡ്രൈവർ യദു എന്നോടൊപ്പം ചേരുന്നത്. യദു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയാണ് LDF-നുണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയരുന്നു. എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ വിമർശനത്തിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ ഉപജീവന മാർഗവും ഞാൻ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്നതാണ് KSRTC. അവർ കാരണം ആ ജോലി പോയി കിട്ടി. പിന്നെ അതും ഒരു നമ്മുടെ തൊഴിലാളി ദിനത്തിൻ്റെ അന്നാണ് ആ സംഭവം നടക്കുന്നത്. തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് എന്നെ അന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്തത്. പിന്നെ ഇതേപോലെ പാവങ്ങളുടെ മെക്കെട്ട് കയറുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. എന്ന് ഞാൻ ഉത്തരവാദിയല്ല. ഈ ഇതിന്റെ സംഭവത്തിന് ശേഷം നിങ്ങളെ ആരെങ്കിലും ബന്ധപ്പെട്ട ഈ ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട്? ഇല്ല, ആരും ബന്ധപ്പെട്ടൊന്നുമില്ല. ആരും ബന്ധപ്പെട്ടില്ല. എല്ലാവരും നിങ്ങളെ പരാതി കൊടുത്ത് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇത്രയും വേണ്ടിയിരുന്നില്ല, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൈന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അനുഭവപ്പെട്ടതും അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചതും എല്ലാം കൂടെയാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി ആര്യക്കെതിരെ BJP-യും കോൺഗ്രസും ഒക്കെ വലിയ തരത്തിൽ പ്രചാരണ വിഷയമാക്കി മാറ്റിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. അവര് പ്രചരണമായിട്ട് എടുത്തത് എൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതല്ല. എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ കോടതിയിൽ പറഞ്ഞിട്ട് കോടതി വഴി നീതി നേടിക്കൊള്ളാനാണ് ആര്യ പറഞ്ഞത്. ഇപ്പൊ ആ കുറ്റപത്രത്തിൽ അവരുടെ പേരില്ല. അത് അടുത്ത പരാതി കൊടുത്തല്ലോ, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് കോടതിയിൽ കൊടുത്തായിരുന്നു. അതിനെന്താണ് നടപടി? അതിൽ നടപടി 20-ാം തീയതി മൊഴി കൊടുക്കണം.
ഈ വരുന്ന 20. അവര് പോലീസ് പറയുന്നത് ബസ്സിൽ ഉള്ള യാത്രക്കാരിൽ ചിലരടക്കം പറഞ്ഞത് അങ്ങനെ അസഭ്യം പറഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നാണ്. തെളിവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലേ കോടതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാതെ ആ കംപ്ലൈന്റ് അല്ലാതെ രണ്ടാമതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഞാൻ കൊടുത്തു, അതൊരു ചാനലിൽ വന്നിട്ടില്ല. അതിൽ 6 പ്രതികളുണ്ട്, കണ്ടക്ടറിനെയും കൂടെ പ്രതിയാക്കിയിട്ടുണ്ട്. അല്ല, ഈ അസഭ്യം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ അതിനും എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അങ്ങനെ ആംഗ്യം കാണിക്കണതിന് തെളിവുണ്ടായിരുന്ന? അസഭ്യം പറയണ തെളിവില്ല. അപ്പൊ ആംഗ്യം കാണിക്കുന്ന തെളിവ് എവിടെയാണ്? ആംഗ്യം കാണിക്കണമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, ആംഗ്യം കാണിക്കുന്നതിന് തെളിവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം കോടതിയിൽ നിന്ന് വരുമെന്നാണ്? ഇവർക്ക് ഇപ്പൊ അങ്ങനെ 1ഉം 2ഉം പ്രതികളെ ഒഴിവാക്കാമെങ്കിൽ പിന്നെ അതിൽ വലിയ വിഷയമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ്? നിയമപരമായിട്ട് തുടരാൻ തന്നെയാണ് കാര്യം. പിന്നെ എന്നെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ പറയണതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. യദുവാണ് ഡാൻ കുര്യനോട് സംസാരിച്ചത്. മറ്റൊരു വാർത്ത, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഡോക്ടർ സിസാ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ VC ആയി നിയമിക്കാൻ മുഖ്യമന്ത്രി സമ്മതിച്ചു എന്നുള്ള ഒരു വാർത്തയാണ്. ഗവർണറുമായി നടത്തിയ അനുരഞ്ജന ചർച്ചകൾക്കൊടുവിലാണ് ഈ നീക്കം ഫലവത്തായത്. ഡോക്ടർ സിസാ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചു. നിയമന വിജ്ഞാപനം ഇറങ്ങിയെന്നാണ് വിവരം. വിജ്ഞാപനം പുറത്തിറക്കിയെന്ന് ലോക് ഭവൻ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഗവർണറും സർക്കാരുമായി ഉണ്ടായിരുന്ന വലിയൊരു തർക്കം അത് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിന്നിരുന്നു, അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല SIT കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT. ഇതിന്റെ ഭാഗമായി ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെട്ട സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് ചെന്നിത്തല SITക്ക് മൊഴി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വ്യവസായിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. രഹസ്യ സ്വഭാവത്തോടെയാണ് അന്വേഷണം എന്നും രേഖകൾ നൽകാൻ ആകില്ലെന്നുമാണ് SITയുടെ നിലപാട്. രഹസ്യ സ്വഭാവം നിലനിർത്തുമെന്ന് ED വ്യക്തമാക്കി. കേസ് രേഖകൾ കിട്ടിയേ തീരുവെന്നാണ് EDയുടെ വാദം. മറ്റു വാർത്തയിലേക്ക് പോകണം. സിഡ്നി ബോണ്ടി ബീച്ച് വെടിവെപ്പിൽ അന്വേഷണം ഇന്ത്യയിലേക്കും. അക്രമികൾ ഒരാളായ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശി എന്ന് വിശദീകരണം. ISIയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭീകരാക്രമണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ ബന്ധുക്കൾക്ക് ഇയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നാണ് വിവരം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കണം. അജയ്, വലിയ അക്രമ സംഭവമാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇയാൾ ഇന്ത്യ ബന്ധമുണ്ട്, പക്ഷേ മാതാപിതാക്കളുമായി വലിയ അടുപ്പമൊന്നുമില്ല. എങ്ങനെയാണ് ഇയാളുടെ ഇന്ത്യ ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടത്? ഇന്ത്യയിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഒരാളാണോ? രഞ്ജിത്ത്, ഇയാൾ 1998 അതായത് 3 പതിറ്റാണ്ട് മുൻപേ ഓസ്ട്രേലിയയിലെത്തിയ ഒരാളായിരുന്നു. ഇയാൾ ഓസ്ട്രേലിയയിലെത്തി അവിടെ ഒരു ഓസ്ട്രേലിയൻ സ്വദേശിയെ വിവാഹം കഴിച്ച് ഇയാളുടെ മക്കളും ഓസ്ട്രേലിയൻ പൗരന്മാരാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഓസ്ട്രേലിയക്കാരനായിട്ട് ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ഈ സാജിദ് അക്രം എന്ന് പറയുന്നയാൾ. എന്നാൽ ഇയാൾ തൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് അത് ഇതുവരെയും റദ്ദാക്കിയിരുന്നില്ല. ഈ 1998 ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം കേവലം 6 തവണ മാത്രമാണ് അയാൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഓസ്ട്രേലിയയിലുള്ള സിഡ്നി പോലീസ് ഇന്ത്യൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യൻ പോലീസ് നിലവിൽ ഇയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തെലങ്കാന DGP പറയുന്നതനുസരിച്ച് ഇയാൾ കുടുംബവുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു അടുപ്പമില്ലായിരുന്നു. കുടുംബവുമായി നിരവധി തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. 2017 ഇയാളുടെ പിതാവ് മരണപ്പെട്ടു. ആ സമയത്ത് പോലും ഇയാൾ മരണത്തിനോ അതുപോലെ മരണാനന്തര ചടങ്ങുകൾക്കോ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നില്ല. 2022 ഇയാൾ അവസാനമായിട്ട് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഇയാളെപ്പറ്റി വളരെ പരിമിതമായിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഈ സാജിദ് അക്രം എന്ന് പറയുന്ന ആളെക്കുറിച്ച്. ഇയാൾ 50കാരനായിട്ടുള്ള വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയയിൽ തന്നെ ജീവിച്ചു വന്നിരുന്ന ഒരാളാണ്. ഇയാൾക്ക് 5 ലൈസൻസ്ഡ് തോക്കുണ്ടായിരുന്നതായിട്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും അത്തരം കാര്യങ്ങളിൽ നിന്ന്
പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇയാൾ തീവ്രവാദ സാജിദ് അക്രമും മകൻ നവീദും ചേർന്നാണല്ലോ അജയ് ഈ ആക്രമണം നടത്തിയത്. ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയഗതിയുള്ള ആളുകളാണ്. ഇവർ എവിടെ നിന്നാണ് ഇത്തരം പരിശീലനങ്ങളോ കിട്ടിയത്? ഇന്ത്യ വിട്ടതിന് ശേഷം ഓസ്ട്രേലിയയിൽ മാത്രമായിരുന്നു ഇവരുടെ ജീവിതം. മറ്റെന്തെങ്കിലും തരത്തിൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സന്ദർശനം നടത്തുകയോ അവരുടെ പരിശീലനമോ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? രഞ്ജിത്ത്, ഇവർ ഇപ്പോൾ അടുത്തിടെ ഈ നവംബർ 1-ാം തീയതി ഫിലിപ്പീൻസിലോട്ട് ഈ സാജിദ് അക്രവും മകനായിട്ടുള്ള നവീദ് അക്രവും ഒരു യാത്ര നടത്തിയിരുന്നു. അപ്പോൾ ഈ ഫിലിപ്പീൻസിലോട്ട് ഇവർ നവംബർ 1-ന് യാത്ര നടത്തി. അതിനുശേഷം നവംബർ 28-ന് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വന്നു എന്നാണ് പാസ്പോർട്ട് രേഖകൾ പരിശോധിക്കുമ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാജിദ് അക്രം തൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഈ ഫിലിപ്പീൻസ് യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മകൻ നവീദ് അക്രം അയാളുടെ ഓസ്ട്രേലിയൻ പാസ്പോർട്ടാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇരുവരും ഫിലിപ്പീൻസിൽ പോയി ഇത്രയധികം ഏതാണ്ട് ഒരു മാസത്തോളം 27 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 27 ദിവസം ഫിലിപ്പീൻസിൽ ചെലവഴിച്ചു. അപ്പോൾ ഈ ഫിലിപ്പീൻസിൽ ഈ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുൻപ് ഇവർ ഫിലിപ്പീൻസിലേക്ക് പോയത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകനായിട്ടുള്ള നവീദ് അക്രം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് വിവരം. ഈ സാജിദ് അക്രം പോലീസിന്റെ വെടിവയ്പിൽ അപ്പോൾ തന്നെ ഈ ബോണ്ടി ബീച്ചിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം മകൻ പോലീസിന്റെ വെടിവയ്പിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇയാൾ കോമയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് ചെറുതായിട്ട് കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് അയാളുമായിട്ട് സംസാരിക്കാൻ കഴിയും, ഇന്ന് മൊഴിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇയാളുടെ ഈ നവീദ് അക്രത്തിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇവർ ഫിലിപ്പീൻസിലേക്ക് എന്തിന് യാത്ര നടത്തി, എന്തായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശം, ഈ ആക്രമണത്തിന് വേണ്ട പരിശീലനവും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചോദനം ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ എവിടെ നിന്നാണ് എന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ മകനിൽ നിന്ന്, ഈ നവീദ് അക്രത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് പോലീസ് നിലവിൽ 27 വർഷം മുൻപാണ് വിദ്യാർത്ഥി വിസയിൽ ഇയാൾ ഹൈദരാബാദിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയത് എന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. 1998 ഇവർ ഓസ്ട്രേലിയയിൽ കുടിയേറി. തുടർന്ന് യൂറോപ്യൻ വംശജയായ വെനേര ഗ്രോസോ എന്ന ആളെ വിവാഹം കഴിക്കുന്നു. 2 മക്കളുണ്ട്. സാജിദിന് ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 27 വർഷത്തിനിടയിൽ 6 തവണ ഇയാൾ ഇന്ത്യയിൽ വന്നുപോയി. കാരണം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഈ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രായമായ മാതാപിതാക്കൾ സന്ദർശിക്കാനും മറ്റുമാണ് ഇയാൾ വന്നുപോയത്. പക്ഷേ അപ്പോഴും പരിമിതമായ ഒരു ബന്ധം മാത്രമാണ്. ഇതിൻ്റെ ഒരു ഈ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, ഇവരുടെ മറ്റു കുടുംബാംഗങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണമല്ലോ അജയ്. 2 മക്കളുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതിലൊരു മകൻ ഇയാളുമായി ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയത്തിൽ ആശ്രയിച്ച് ഈ വെടിവെപ്പിൻ്റെ ഭാഗമായി. 2ാമത്തെ മകൻ, ഭാര്യ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇയാൾക്ക് മറ്റാരെങ്കിലും ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഗൺ ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഓസ്ട്രേലിയൻ നിയമങ്ങൾ കർശനമാക്കുകയാണ് ഈ പ്രശ്നത്തിന് ശേഷം. കാരണം ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ഒരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്, സംശയമില്ല. സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് വ്യാപകമായ അന്വേഷണം കുടുംബാംഗങ്ങളെക്കുറിച്ച്, ഇയാളുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ച്, ഇയാളുടെ ആശയത്തിൽ ആകൃഷ്ടരായി മറ്റാരെങ്കിലും ഇപ്പോഴും ഓസ്ട്രേലിയയിൽ തുടരുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അത്രയും വ്യാപകമായി തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് കരുതാം അല്ലേ? അതെ, തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ പോലീസ് ഇതിൽ വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ മൂത്ത മകനാണ് ഈ നവീദ് അക്രം. അയാളാണ് നിലവിലെ ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇനി അയാൾക്ക് ഓസ്ട്രേലിയയിലുള്ള ബന്ധുക്കളെന്ന് പറയുന്നത് ഒരു ഇളയ മകളും അതുപോലെ തന്നെ ഭാര്യയുമാണ്. ഇരുവരെയും സംബന്ധിച്ചുള്ള ഇരുവരെയും ചോദ്യം ചെയ്തു പോലീസ്. എന്നാൽ ഈ ഇരുവരുടെയും ഈ ഇസ്ലാമിക് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഇവർക്ക് മറ്റ് അറിവുകളും ഒന്നും ഇല്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇവർ റഡാറിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിൽ അന്വേഷിച്ച് ഒരു സാധാരണ ഇന്ത്യൻ വിദ്യാർത്ഥിയെ പോലെ കൊമേഴ്സിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ബിരുദം പൂർത്തിയാക്കിയത്. കൊമേഴ്സിൽ ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ സാജിദ് തൊഴിൽ അന്വേഷിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. ഒരു സാധാരണ നമ്മുടെ ഇന്ത്യയിലുള്ള നിരവധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പോലെ അവിടേക്ക് കുടിയേറി അവിടെ ഒരു സ്ഥിരതാമസക്കാരനാക്കിയെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ടും പൗരത്വവും റദ്ദാക്കാതെയാണ് അയാളത് തുടർന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇന്ത്യയിലേക്ക് ഇയാളെ ബന്ധുക്കളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. എന്നാൽ ബന്ധുക്കൾക്ക് ഇടയിൽ ഇയാൾ അങ്ങനെ മറ്റ് ഒരു പോപ്പുലറായിട്ടുള്ള ആളല്ല. ഇവിടെയുള്ള നിലവിൽ അയാളെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾക്ക് ഇയാളുമായി അധികം ബന്ധമില്ല. കൂടുതൽ ഇവരുമായിട്ട് വഴക്കിട്ട് പിരിയുകയായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അന്വേഷണം ഒരു ഡെഡ്
ഡെഡ് ആയിരുന്നു. ഇനി പ്രധാനമായിട്ടും അന്വേഷണം നടത്താനുള്ളത് ഫിലിപ്പീൻസിലോട്ടാണ്. ഇയാളുടെ ഫിലിപ്പീൻസ് യാത്ര എന്തിനായിരുന്നു, അവിടെ നിന്നാണോ ഇത് സംബന്ധിച്ചുള്ള ആയുധ പരിശീലനം? 5 തോക്കുകളാണ് ഈ പറയുന്ന സാജിദ് അക്രത്തിന് മാത്രമായിട്ട്, അതും സർക്കാർ ലൈസൻസ് നൽകിയ 5 തോക്കുകൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. ഇനി അൺഓതറൈസ്ഡ് ആയിട്ട് എത്ര ആയുധങ്ങൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം എല്ലാം നടത്തേണ്ടതുണ്ട്. അമേരിക്കയെ പോലെ തന്നെ ഈ തോക്ക് കൈവശം വയ്ക്കുന്നതിനും അതിൻ്റെ ലൈസൻസ് സ്വന്തമാക്കുന്നതിനും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അമേരിക്കയിൽ നിരവധി ആക്രമണങ്ങൾ ഇപ്പോഴും അടുത്തിടെ തന്നെ വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണം അവിടെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ട് പോലും ഈ തോക്ക് ലൈസൻസ് സംബന്ധിച്ചുള്ള നിയമങ്ങൾ അവിടെ ഈ കർശനമാക്കിയിരുന്നില്ല. അവിടെ നിരവധി ഗൺ മാഫിയകളുമായിട്ട് ഉള്ള അതിൻ്റെ പ്രഷറെല്ലാം ഇക്കാര്യത്തിൽ ഉള്ളതായിട്ട് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഓസ്ട്രേലിയ ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ രീതിയിൽ ഓസ്ട്രേലിയ പിടിച്ചുകുലുക്കിയ ഒരു ആക്രമണം തന്നെയാണ് ഈ സിഡ്നിയിൽ നടന്നത്. തീർച്ചയായും അത് ഇന്ത്യൻ ബന്ധം ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ളത്. ഇന്ത്യൻ ബന്ധമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനാണ് ഇയാൾ, ഹൈദരാബാദ് സ്വദേശിയാണ്. ഇയാൾ 28 വർഷത്തിന് മുൻപ് കുടിയേറി പാർത്ത ഒരാളാണ്. പിന്നീട് ഇന്ത്യയുമായി കാര്യമായ ബന്ധമൊന്നുമില്ല, 6 തവണ വന്നു പോയിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ ഇയാൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആശയങ്ങളിൽ ആകർഷനായാണ് ഇത്തരം സംഭവങ്ങൾ. ഭീതി പരത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടു. മകൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നയതന്ത്ര ബന്ധത്തിൻ്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒമാൻ സന്ദർശനത്തിൽ തന്ത്രപരമായ പങ്കാളിത്തവും സാമ്പത്തിക സഹകരണവും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മോദി പറഞ്ഞു. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, ജോർദാൻ സന്ദർശനം അത് വിജയകരമായിരുന്നു. നിരവധി കരാറുകളിൽ ഒപ്പിട്ടു പ്രധാനമന്ത്രി. ഭീകരപ്രവർത്തനത്തിലടക്കം ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ജോർദാൻ്റെ പിന്തുണയുണ്ടായിരുന്നു. ഒമാനുമായും ആ രീതിയിൽ തന്നെ തന്ത്രപ്രധാനമായ ബന്ധങ്ങളുള്ള, വർഷങ്ങളായുള്ള ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ്. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രജിത്, നരേന്ദ്രമോദിയുടെ 2ാമത്തെ ഒമാൻ സന്ദർശനമാണിത്. മാത്രമല്ല മറ്റൊരു നിർണായക കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിൻ്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നതും തീർച്ചയായിട്ടും നിർണായകമാണ്. ഈയൊരു സന്ദർശനത്തിൽ ഇന്ത്യയും ഒമാനും തമ്മിൽ പുതിയ നയതന്ത്ര കരാറുകളും അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള ബന്ധം അത് ദൃഢമാക്കുക, കൂടുതൽ സാമ്പത്തിക കരാറുകളിൽ ഒപ്പുവയ്ക്കുക എന്നീ കാര്യങ്ങളിലാകും ഇന്ത്യ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിരവധി പ്രവാസികൾ ഇന്ത്യയിൽ നിന്ന് ഒമാനിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരെ അഡ്രസ്സ് ചെയ്യുക എന്നൊരു കാര്യം കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അവിടെ സുൽത്താനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെയുള്ള ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചടങ്ങിൽ കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അവിടെ സുൽത്താനായിട്ടുള്ള ഹൈതം ബിൻ താരിഖുമായിട്ട് കൂടിക്കാഴ്ച അത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ഇദ്ദേഹവുമായി സുൽത്താനുമായിട്ടുള്ള സന്ദർശനത്തിൽ താൻ വളരെയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒമാനുമായിട്ടുള്ള ബന്ധം അത് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നേരത്തെ തന്നെ എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. നിലവിൽ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്യോപ്യ സന്ദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സന്ദർശനം നടത്തുന്ന 2ാമത്തെ രാജ്യമാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. ജോർദാൻ സന്ദർശനം അദ്ദേഹം ആദ്യം തന്നെ പൂർത്തിയാക്കിയിരുന്നു. അവിടെ 2 ദിവസം പ്രധാനമന്ത്രി ചെലവഴിച്ച് അവിടുത്തെ അബ്ദുള്ള രണ്ടാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി കൂടുതൽ നയതന്ത്രപരമായിട്ടുള്ള കരാറുകളിലെല്ലാം ഒപ്പിടുകയെല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ എത്യോപ്യയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി എത്യോപ്യയിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അബിയ അഹമ്മദ് അലി എയർപോർട്ടിൽ വച്ച് വളരെ ഊഷ്മളമായിട്ടുള്ളൊരു സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത്. നരേന്ദ്രമോദി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചത് ഈ അബിയ അഹമ്മദ് ആണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം ഇന്ന് എത്യോപ്യയുടെ 2 സഭകളെയും ഒന്നിച്ച് അഭിസംബോധന ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ചടങ്ങിൽ കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഒമാനിലേക്ക് യാത്ര തിരിക്കുക. ഒമാൻ സന്ദർശനവും ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ്. 2 ദിവസമാണ് പ്രധാനമന്ത്രി ഒമാനിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബെർലിനിലെ
ചർച്ച അത് വിജയമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുടെ സമാധാന കരാറിൻ്റെ അന്തിമ രൂപം ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് വ്ളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. അമേരിക്കൻ പ്രതിനിധികളും സെലൻസ്കിയും ജർമ്മൻ ചാൻസലറുടെ സാന്നിധ്യത്തിൽ 2 ദിവസം നീണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. കരാറിൻ്റെ അന്തിമ രൂപം തയ്യാറായാലുടൻ അത് ക്രെംലിന് കൈമാറും. അവിടെയും അംഗീകാരം ലഭിച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വിരാമമാകും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ അമേരിക്കയുടെ ഇടപെടൽ, ട്രംപിൻ്റെ ഇടപെടൽ എന്ന് വേണമെങ്കിൽ വീമ്പ് പറയാവുന്ന മറ്റൊരു സമാധാന കരാറിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. അതിപ്പോൾ വ്ളാഡിമിർ സെലൻസ്കിക്ക് സമ്മതിച്ചാലേ പറ്റുകയുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് സംശയമുണ്ട്. ആദ്യമൊക്കെ വ്യവസ്ഥകളുമായി ഇദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ട്രംപിൻ്റെയും പുടിൻ്റെയും വഴിക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം BBG റാംജി ബിൽ പാസാക്കാൻ കേന്ദ്രം ഇന്ന് ലോക്സഭയിൽ ബില്ല് ചർച്ച ചെയ്ത് പാസാക്കാനാണ് നീക്കം. ബില്ലിലെ വ്യവസ്ഥകളിൽ NDAയിലെ കക്ഷികളായ JDUവിനും TDPക്കും ആശങ്ക ഉണ്ട്. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. രാകേഷ്, സർക്കാരിൻ്റെ വളരെ തിരക്കിട്ട ഒരു നീക്കമാണ് ഇന്നത് പാസാക്കുക എന്നുള്ളത്. മറ്റ് കക്ഷികളുടെ, ഇപ്പോൾ YSR കോൺഗ്രസിൻ്റെ അടക്കം പിന്തുണ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അകാലിദൾ ചില എതിർപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഏതായാലും ബില്ല് പാസ്സാക്കാനുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ പ്രതിഷേധങ്ങൾക്കിടെയാണ് ബില്ല് അവതരിപ്പിച്ചത് ശിവരാജ് സിംഗ് ചൗഹാൻ, ഗ്രാമവികസന മന്ത്രി. ഇന്നേതായാലും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ബില്ലിൽ ചർച്ച ചെയ്ത് പാസ്സാക്കുക, അതുതന്നെയാണ് സർക്കാരിൻ്റെ നീക്കം. ഏതായാലും 2 ബില്ലുകൾ ഇന്ന് അജണ്ടയിലുണ്ട്. ഒന്ന് ശാന്തി ബില്ലാണ്, ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ബില്ലാണത്. അതിനുശേഷം ആണ് ഏതായാലും BBG റാംജി ബില്ലിൽ ചർച്ച നടക്കുക. നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ വലിയ തോതിൽ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ട്. ഒന്ന്, രാഷ്ട്രപിതാവിൻ്റെ പേര് നീക്കം ചെയ്തതിൽ വലിയ എതിർപ്പ് പ്രതിപക്ഷം ഇന്നലെ തന്നെ ഉന്നയിച്ചതാണ്. ഒപ്പം ബില്ലിലെ വ്യവസ്ഥകളിൽ വലിയ എതിർപ്പുണ്ട്. അതിൽ തന്നെ സംസ്ഥാന വിഹിതം, സംസ്ഥാനങ്ങൾ ചെലവഴിക്കേണ്ട തുക 40% ഉയർത്തിയതിലും പ്രതിഷേധം ശക്തമാണ്. പക്ഷേ സർക്കാർ ഏതായാലും അക്കാര്യത്തിൽ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്ന ആലോചന തന്നെയാണ് സർക്കാരിനുള്ളത്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആവശ്യം ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് വിശദമായ ചർച്ച തന്നെ ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യം അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും മുന്നണിയിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് സർക്കാരിലെ 2 പ്രധാനപ്പെട്ട കക്ഷികളാണ് TDPയും JDUവും. TDPക്ക് 16 അംഗങ്ങളുണ്ട്, JDUവിന് 12. അവർ ഈ ബില്ലിനെ എതിർക്കുന്നില്ല. കാരണം ബില്ലിലെ പല ആശയത്തോടും യോജിപ്പുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 100 ദിവസമാണ് നിലവിൽ പ്രവൃത്തി ദിവസമെങ്കിൽ അത് 125ആയി വർദ്ധിപ്പിക്കുന്നു. തൊഴിൽ ദിനങ്ങൾ 125ആയി വർദ്ധിപ്പിക്കുന്നു. അത്തരം വ്യവസ്ഥകളൊക്കെ തന്നെ അനുകൂലമാണ് എന്നാണ് 2 പാർട്ടി നേതാക്കളും പറഞ്ഞത്. പക്ഷേ 60:40 എന്ന വ്യവസ്ഥയോട് വലിയ ആശങ്ക അവർക്കുണ്ട്. കാരണം ആന്ധ്രയിൽ നിന്നുള്ള MP-മാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത നിലവിലുണ്ട്. ആ ഘട്ടത്തിൽ ഇതിൻ്റെ ചെലവ് കൂടി വഹിക്കണം എന്ന് വരുമ്പോൾ അത് അധിക ചെലവായി മാറും, വലിയ ബാധ്യതയായി മാറും എന്ന പ്രതികരണമാണ് TDP MP-മാരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. പക്ഷേ ഏതായാലും ബില്ലിനോട് എതിർക്കാനുള്ള നീക്കത്തിലേക്ക് 2 പാർട്ടികളും പോകില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് അക്കാര്യത്തിൽ ആശ്വാസമാണ്. സർക്കാരിന് ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരും. കോൺഗ്രസ് ആകട്ടെ പാർലമെന്റിനകത്തെ പ്രതിഷേധം അത് പുറത്തേക്ക് കൂടി വ്യാപിക്കുകയാണ്. ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം നടക്കുക. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാപക ദിനമാണ് 28-ാം തീയതി. അന്നും പ്രതിഷേധ പരിപാടികൾക്ക് ഏതായാലും പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മറ്റൊരു കാര്യം രാകേഷ്, ഈ JDUവിൻ്റെയും TDPയുടെയും മറ്റും ആശങ്ക, അത് സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം, ഈ തൊഴിലുറപ്പ് വിഹിതം 40% ബന്ധപ്പെട്ടാണ്. സംശയമില്ല. നേരത്തെ 10% അത് 40-ലേക്ക് എത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ മേൽ അധിക ബാധ്യത വരികയാണ്. കേരളത്തിനും എതിർപ്പുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു ഭേദഗതി അല്ലെങ്കിൽ വ്യവസ്ഥ മാറ്റം, അതിലേക്കൊക്കെ സർക്കാർ ഈ പുതിയ ഘട്ടത്തിൽ ചിന്തിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അക്കാര്യം തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രപിതാവിൻ്റെ പേര് മാറ്റിയത് അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത പല പ്രധാനപ്പെട്ട നേതാക്കളും പാർട്ടികളുടെയൊക്കെ തന്നെ MP-മാർ ഉന്നയിച്ചത് അതുതന്നെയാണ്. അതായത്
തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് 40% വിഹിതം അല്ലെങ്കിൽ ഇതിൻ്റെ വേതനം സംബന്ധിച്ച് 40% വഹിക്കേണ്ട സംസ്ഥാനങ്ങളാണെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ബാധ്യതയാവും. സ്വാഭാവികമായും അത്തരം പ്രവൃത്തി ദിവസങ്ങൾ 125 ദിവസം നൽകാൻ കഴിയില്ല എന്ന് ചില എംപിമാരൊക്കെ തന്നെ ഇന്നലെ പങ്കുവച്ചിരുന്നു. ഏതായാലും JDUവും TDPയും അഭിപ്രായം പങ്കുവയ്ക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി സർക്കാരിൻ്റെ നീക്കം എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തൊരു പ്രതികരണം വന്നിട്ടില്ല. ഒരുപക്ഷെ ഭേദഗതികൾ ഉണ്ടായേക്കാം. അത് ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരം ഭേദഗതികൾ വോട്ടിനിട്ട് തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്ന ഈ ബില്ല് ഉടൻ തന്നെ പാസ്സാക്കിയെടുക്കുക എന്ന നീക്കം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. അത്തരം നീക്കവുമായാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സർക്കാരിൽ നിന്ന്, മുന്നണിയിൽ നിന്ന്, NDAയിൽ നിന്ന് ചില ആശങ്കകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും സർക്കാരിനെ അവർ എതിർക്കില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്ത് പാസ്സാക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുന്നത്. ശരി, ER രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി. നവീൻ ബാബുവിന്റെ കുടുംബമാണ് ഹർജി നൽകിയത്. അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. വിരമിച്ച ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രത്നകുമാർ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചിരുന്നു. ഇടുക്കി മാട്ടുപ്പെട്ടി കുറ്റിയാറുവാലി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാക്കി കാട്ടുകൊമ്പൻ പടയപ്പ. ആന അക്രമ സ്വഭാവം തുടരുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പ്രിൻസ്, പടയപ്പയുടെ ആക്രമണം അത് ഇപ്പോഴെങ്ങും ആരംഭിച്ചതല്ല, വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പടയപ്പ അക്രമകാരിയാണ്. കാലങ്ങളിലൊക്കെ വളരെ ശാന്തനായ ഒരു ആനയായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങളിലൊക്കെ ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാർ മാട്ടുപ്പെട്ടി മേഖലയിൽ പതിവായി പടയപ്പ എത്തുന്നുണ്ട്. മാട്ടുപ്പെട്ടി, കുറ്റിയാർവാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തുന്ന ആന ചെറിയ തോതിലൊക്കെയുള്ള ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാഹനത്തിനേരി ഓടിയെത്തുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം വഴിയോര കടകളൊക്കെ പതിവായി ആക്രമിച്ച് നശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ശേഷം ഈ മേഖലയിലെ കുടിവെള്ള പൈപ്പുകളൊക്കെ തകർത്തു. എന്തായാലും പതിവായി ഈ ആന ഇപ്പോൾ ചെറിയ തോതിലുള്ള ആക്രമണ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ആന പതിവായി ജനവാസ മേഖലകളിൽ സാഹചര്യമുണ്ട്. കുറ്റിയാർവാലിയിലെയും മാട്ടുപ്പെട്ടിയിലെയും തോട്ടം മേഖലയിലൊക്കെ ചേർന്നും പ്രധാന പാതയോട് ചേർന്നുമൊക്കെ ആന പതിവായി ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ നിർത്തിയ ആളുകളൊക്കെ ഈ ആനയുടെ ഫോട്ടോ എടുക്കുന്ന ഒരു അവസ്ഥ കൂടിയൊക്കെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളായി എത്തുന്നവരൊക്കെ ഈ ആനയെ കാണുന്നു, പ്രത്യേകിച്ച് പടയപ്പയെ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന് വാഹനങ്ങളിലൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതും വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ ജനവാസ മേഖലയിലേക്ക് ഉൾക്കാരിലേക്ക് മാറണമെന്ന ആവശ്യം പതിവായി നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ കൃത്യമായ ഒരു ഇടപെടൽ വനംവകുപ്പ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പടയപ്പ് പതിവായ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനോ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി തോട്ട മേഖലയിൽ നിന്നൊക്കെ മാറ്റി ഉൾവനത്തിലേക്ക് കടത്തിവിടുന്നതിനോ വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് തന്നെയാണ് പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക ടീമുണ്ടെന്നൊക്കെ വനംവകുപ്പ് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് വസ്തുത. ഇതാണ് സാഹചര്യം. ഏതായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പടയപ്പ സ്ഥിരം ആ പ്രദേശത്ത് അക്രമകാരിയാണ്, പ്രശ്നക്കാരനാണ്. ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ സൃഷ്ടിച്ച ഒരു വില്ലൻ കൂടിയാണ് പടയപ്പ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനം അടുത്ത ഘട്ടത്തിലേക്ക്. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം അടുത്ത മാസം നടക്കും. തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും ജനുവരിയിൽ ഉണ്ടാകും. ഇതോടെ കരമാർഗമുള്ള ചരക്ക് നീക്കത്തിനും തുടക്കമാകും. അങ്ങനെ ഏറ്റവും അഭിമാനകരമായൊരു നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷസൂചകമായി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഈ കേക്ക് കട്ട് ചെയ്യുക. ഓക്കെ. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ നേട്ടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കുന്ന വിഴിഞ്ഞം തുറമുഖം വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രതിവർഷം 10 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്യാനാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഒരു വർഷം കൊണ്ട് വിഴിഞ്ഞത്ത് 13.25 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്തു. 636 കപ്പലുകൾ വന്നുപോയതിലൂടെ 97 കോടി രൂപയുടെ നികുതി വരുമാനവും സർക്കാരിന് ലഭിച്ചു.
ജനുവരി മാസത്തിൽ 2ാം വാരത്തിൽ നമുക്കിപ്പോൾ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള ഒരു അപ്രോച്ച് റോഡിന്റെ കണക്ടിവിറ്റി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് തുടക്കം കുറിക്കാൻ കഴിയും. 2, ഇതിന്റെ സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ നടക്കുന്നു. ആ 800 മീറ്റർ ബർത്ത് 1200 മീറ്ററോടെ വർദ്ധിപ്പിച്ച് 2000 മീറ്റർ ബർത്താക്കും. അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിന് വന്ന് കിടന്ന് ഒരേ സമയം അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും. ലോഡിങ്ങിനും കഴിയും. മറ്റൊന്ന്, ഇപ്പം നമുക്കുള്ള 2.96 കിലോമീറ്ററുള്ള നമ്മുടെ ബ്രേക്ക് വാട്ടർ, അത് നമ്മൾ ഏതാണ്ട് 920 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 3900 പരം മീറ്ററാക്കി അത് മാറ്റാൻ പോകും. ICP സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി നമുക്ക് ടൂറിസം രംഗത്ത് പുതിയ സൗകര്യമൊരുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കാൻ പോകുന്നു. അടുത്ത 3 ഘട്ടങ്ങൾ ഒരുമിച്ച് തുടങ്ങി 2028 പൂർത്തിയാക്കാനാണ് കരാർ. ഇതിന്റെ ചെലവ് അദാനിയാണ് വഹിക്കുക. നിലവിലുള്ള 800 മീറ്റർ ബർത്ത് 2000 മീറ്ററാക്കും. പുലിമുട്ടിന്റെ നീളം 920 മീറ്റർ കൂടി നീട്ടും. റെയിൽവേ കണക്ടിവിറ്റിക്കായി ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് തിരുമിറ്റക്കോട് ആശങ്ക പരത്തി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ രോഗബാധിത പ്രദേശമായിട്ടും 4 പഞ്ചായത്തുകളിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡായ ചാഴിയാട്ടിരിയിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്ന 4 ഗ്രാമപഞ്ചായത്തുകളെ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടും. പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS ഉത്തരവിട്ടു. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. രോഗബാധിത പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരമുള്ള പ്രോട്ടോകോൾ പാലിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി. രോഗം സ്ഥിരീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ പോലീസ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ എന്നിവരുൾപ്പെട്ട റാപ്പിഡ് റെസ്പോൺസ് ടീം അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ന്യൂസ് 18 തിരുമിറ്റക്കോട്. തെരുവുനായ ആക്രമണം ഭയന്ന് കഴിയുകയാണ് പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കള്ളിക്കുന്ന് പ്രദേശവാസികൾ. നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവയുടെ ആക്രമണവും പ്രദേശത്ത് കൂടിയിട്ടുണ്ടെന്നാണ് പരാതി. നായ്ക്കളുടെ ശല്യം വീടിനകത്തേക്ക് വരെ എത്തിയതോടെ രക്ഷയ്ക്കായി പുതിയ മാർഗങ്ങൾ തേടിയിരിക്കുകയാണ് വീട്ടുകാർ. തൃത്താല, കുമരനല്ലൂർ, കള്ളിക്കുന്ന് പ്രദേശത്തെ വീടുകളിൽ ചെന്നാൽ ഇതാണ് കാഴ്ച. തെരുവ് നായ്ക്കളെ പേടിച്ച് വീടിന്റെ ഉമ്മറം വലകൊണ്ട് മൂടിയിരിക്കുകയാണ്. വീടിനകത്ത് വരെ കൂട്ടമായി തെരുവ് നായ്ക്കൾ കയറി തുടങ്ങിയതോടെയാണ് വീട്ടുകാർ വലകൊണ്ട് ഇത്തരമൊരു മാർഗം സ്വീകരിച്ചത്. ഒരു മാർഗമില്ലാത്ത കാരണം കാശ് കൊടുത്ത് വല മേടിച്ച് വല കെട്ടിയിരിക്കുന്നു. വല കെട്ടിയ കാരണം ഇപ്പോൾ എന്നാലും വല ഉള്ളിൽ ചാടിയിട്ട് അത് കിടക്കുന്നുണ്ട്. ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കുന്നു നായക്കളെ കൊണ്ട്. കുട്ടികളെ കാണിച്ച് മദ്രസ പോകാൻ വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ, ഞങ്ങൾ റോഡ് സൈഡിലേക്ക് കൊണ്ടാക്കി കൊടുക്കലാണ്. അത്രയും ഇതായിരിക്കും വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പറയുന്നത്. കുട്ടികളെ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ പോലും ഭയമാണെന്നും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു 5 മിനിറ്റ് ഇവിടെ എല്ലാം ചെയ്ത് അങ്ങോട്ട് എത്തും. ഗവൺമെന്റ് എത്തും. ഒരു 5-6 ഒപ്പം ഉണ്ടാവും. 6, 8, 10 ഉണ്ടാവും. അങ്ങനെയാണ് ഈ വല വെച്ചിരിക്കുന്നല്ലേ? ഇപ്പൊ കയറാറുണ്ടോ? ഇല്ലല്ലോ, ഒരു കണ്ടില്ല. ആളില്ലാതെ കൊണ്ടൊന്ന് കയറി. രണ്ടാമത് കയറാൻ ആളില്ലാത്തുമ്പോ ഇനി കയറാൻ വേണ്ടി നിന്നാൽ പോയി. പോയില്ലേ? കൂട്ടമായി വിഹരിക്കുന്ന നായ്ക്കൾ കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ പുറകെ നായ്ക്കൾ ഓടുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടവരുത്തുന്നു. അടുത്തിടെ തൃത്താലയിൽ ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. പേവിഷബാധയേറ്റ നായയുടെ കടിയേറ്റ് കഴിഞ്ഞ ദിവസം 3 പേർക്കും ഒരു പശുവിനും പരിക്കേറ്റു. തെരുവ് നായ്ക്കൾ മനുഷ്യജീവൻ ഉയർത്തുന്ന ഭീഷണിയുടെ വ്യാപ്തി നാൾക്ക് നാൾ കൂടി വരുമ്പോൾ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. ന്യൂസ് 18 തൃത്താല. നമുക്ക് ശബരിമലയിലേക്ക് ഒന്ന് പോകണം. അവിടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ
90,163 ഭക്തർ ശബരിമലയിലെത്തി. ഇന്നും തിരക്ക് തുടരുകയാണ്. സന്നിധാനത്ത് പോലീസിന്റെ പുതിയ സംഘം ഇന്ന് ചുമതലയേൽക്കും. മണ്ഡലപൂജയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ശബരിമലയിൽ ഇന്ന് രാവിലെയും നല്ല തിരക്ക് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ 18-ാം പടിയുടെ ദൃശ്യങ്ങളാണ്. വളരെ വേഗത്തിൽ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തി വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 60 പേരിലധികം എന്നുള്ള കണക്കാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. അത്രയും വേഗത്തിൽ 18-ാം പടി കടത്തിവിട്ട് മുഴുവൻ ഭക്തരുടെയും ഒരു ദർശനം സുഗമമാക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 90,000-ഓളം ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തന്നെ തുടരുകയാണ്. ഒരു കാര്യമുള്ളത്, ഇടയ്ക്ക് ചെറിയ തോതിൽ മഴ പെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് സന്നിധാനത്ത്. അത് ഭക്തരെ സംബന്ധിച്ച് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കാര്യമായി എവിടെയും വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ ഒരു പരിധിവരെ വരുന്നുണ്ട്. മുകളിൽ വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ 18-ാം പടി കയറുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നെന്തായാലും ശബരിമലയിൽ പുതിയ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതല ഏൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണവും നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ തീർത്ഥാടന കാലത്തെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള യോഗവും ഇന്ന് ശബരിമല സന്നിധാനത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 27 ലക്ഷത്തിൽ പരം ഭക്തർ ഈ ദർശന ഇന്നലെ വരെ ശബരിമല സന്നിധാനത്ത് ഈ തീർത്ഥാടന കാലത്ത് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പുറത്തുവിടുന്ന കണക്കുകൾ. എന്തായാലും വലിയ തിരക്ക് തുടരുകയാണ്. ഇന്നെന്തായാലും മഴ ഒരു വില്ലനായി മാറുമോ, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഭക്തരെ സംബന്ധിച്ച് മഴ ഒരു ദുരിതം വിതയ്ക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. രാവിലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് സന്നിധാനത്തുള്ളത്. പെരിയാർ ടൈഗർ റിസർവിൽ കൊടുംകാടിനുള്ളിലാണ് ശബരിമല സന്നിധാനം സ്ഥിതി ചെയ്യുന്നത്. സീസൺ തുടങ്ങിയാൽ പല മൃഗങ്ങളും ഉൾക്കാട്ടിലേക്ക് വലിയുന്നതാണ് ഇവിടുത്തെ പതിവ് കാഴ്ച. സ്ഥിരമായി കാണുന്ന നിരവധി മൃഗങ്ങളുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കൂട്ടം ഇത്തവണ പൂങ്കാവനത്തിൽ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മരക്കൂട്ടത്ത് നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിലാണ്. സാധാരണഗതിയിൽ ഇവിടെ കാണാത്തൊരു കാഴ്ച കണ്ടു. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതി. മറ്റൊന്നുമല്ല, സിംഹവാലൻ കുരങ്ങുകൾ. സീസൺ സമയത്ത് സാധാരണഗതിയിൽ ഈ സിംഹവാലൻ കുരങ്ങുകളെ ഇവിടെ ഇങ്ങനെ കൂട്ടമായി കാണാറില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു അപൂർവത. ഇവിടെ ഒറ്റയ്ക്ക് ഷിബു എന്നൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിളിക്കുന്ന ഒരു സിംഹവാലൻ കുരങ്ങുണ്ടായിരുന്നു. ഇത്തവണ അതങ്ങനെ കാര്യമായിട്ട് പുറത്തിറങ്ങി വന്നിട്ടില്ല. ഇത് ഇങ്ങനെ കൂട്ടമായി മനുഷ്യരോട് ഇത്ര അടുത്ത് ഇടപഴകിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണ കേരളത്തിൽ സൈലന്റ് വാലിയിലും ഒപ്പം തന്നെ നെല്ലിയാമ്പതിയിലുമൊക്കെ വളരെ കാര്യമായി ഇതിൻ്റെ കൂട്ടങ്ങളെ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ഉയർന്ന മരങ്ങളിലായിരിക്കും സാധാരണ ഇവയെ കാണാറുള്ളത്. ഇവിടെ നിലത്തിറങ്ങുന്നത് പോലും ഇതിന് അത്രയധികം ഭയവും ഒക്കെയുള്ള ഒരു മൃഗം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ നിലത്ത് പോലും ഈ സിംഹവാലൻ കുരങ്ങുകൾ ഇറങ്ങി കാണുന്നുണ്ട്. ശബരിമലയിൽ വന്നിട്ടുള്ള പലർക്കും ഒരുപക്ഷെ ഈ വഴിയിൽ തന്നെ, ഈ പാതയിൽ തന്നെ പലപ്പോഴും കുരങ്ങുകളെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ സിംഹവാലൻ കുരങ്ങല്ലേ എന്ന സംശയം തോന്നിയിട്ടുണ്ടാകും. സിംഹവാലൻ കുരങ്ങും കരിങ്കുരങ്ങും ഈ രണ്ടെണ്ണം സാധാരണഗതിയിൽ ഇവിടെ കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് കരിങ്കുരങ്ങുകളാണ്. അതായത് ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കരിങ്കുരങ്ങുകൾക്ക് നല്ല നീളമുള്ള വാലായിരിക്കും ഉണ്ടാകുക. അതേസമയം സിംഹവാലൻ കുരങ്ങിന് വാലിന് നീളം തീരെ കുറവായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ സിംഹവാലിന് കുറച്ചുകൂടി ഈ രോമങ്ങൾ കൂടുതലായി മുഖത്ത് പ്രദേശത്തെ ഇരുവശത്തേക്കും കാര്യമായി നിൽക്കുന്നതാണ്. അങ്ങനെ സാധാരണഗതിയിൽ സ്ഥിരം ഇവിടെ കാണാറുള്ളത് ഈ കരിങ്കുരങ്ങുകളാണ്. സിംഹവാലനെ ഇങ്ങനെ കൂട്ടമായി ഇവിടെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതല്ലാതുള്ള സമയത്തുണ്ടാവാറുണ്ട്. ഭക്ഷണം തേടിയാണ് പലപ്പോഴും ഇത്തരം കുരങ്ങുകൾ ഇവരുടെ ടെറിട്ടറി മാറി പല സ്ഥലത്തേക്ക് മാറി മാറി സഞ്ചരിച്ച് എത്താറുള്ളത് എന്നുള്ളതാണ്.
അതെ, ഭക്ഷണം തേടി തന്നെയാണ് ഈ മൃഗങ്ങൾ എല്ലാവരും ഇവിടെ എത്താറുള്ളത്, ഈ പാതയിലും എത്താറുള്ളത്. പക്ഷെ അത് അവർ സാധാരണ നിലയിൽ കണ്ടെത്തുന്നത് പോലെ കാട്ടിൽ നിന്നുള്ള ഭക്ഷണമല്ല, മനുഷ്യർ ഉപേക്ഷിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് പലപ്പോഴും ഇവിടെ അവർക്ക് ഭക്ഷണമായി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച. ചിലർ നേരിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ വഴികളിലെല്ലാം വനംവകുപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം നൽകാൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ ഭക്ഷണം, പുറത്തുനിന്നുള്ള ഭക്ഷണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. 2, അവർക്ക് ഭക്ഷണം തേടാനുള്ള ശീലം അവർക്ക് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചില സമയത്ത് ഈ വന്യജീവികൾ തന്നെ മനുഷ്യരെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നേരിട്ട് ഭക്ഷണം കൊടുക്കരുത് എന്ന് മാത്രമല്ല, ഭക്ഷണം ഈ സന്നിധാനത്ത് ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ഈ പൂങ്കാവനം, അയ്യപ്പൻ്റെ പൂങ്കാവനം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കുമുണ്ട്. അത് കേവലം കാട് മാത്രമല്ല, വന്യജീവികളെ അവർക്ക് സംരക്ഷിക്കാൻ വേണ്ടി എന്ന നിലയിലായിരിക്കാം ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ അത് ചിലപ്പോഴൊക്കെ അത് ഉദ്ദേശിച്ച അർത്ഥത്തിലായിരിക്കില്ല നടപ്പാകുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം G ശ്രീജിത്ത്, News 18 സന്നിധാനം. മലമ്പുഴ ഉദ്യാന നവീകരണം അതിവേഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സമർപ്പിച്ച ഉദ്യാന വികസന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് നവീകരണം. ഉദ്യാനത്തിലെ ചുറ്റുമതിൽ, നടപ്പാതയോട് ചേർന്നുള്ള അഴുക്കുചാൽ, ശുചിമുറി എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനവും പരിസരവും കൂടുതൽ ആകർഷകമാവുകയാണ്. മൈസൂരുവിലെ വൃന്ദാവൻ ഗാർഡൻ മാതൃകയിലാണ് മലമ്പുഴയിലും പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അത്യാധുനിക ശൗചാലയങ്ങൾ, മാലിന്യ സംസ്കരണ പദ്ധതികൾ, തീം പാർക്കുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയാണ് ഒരുങ്ങുന്നത്. ആദ്യഘട്ടം മാർച്ച് മാസത്തോടെ പൂർത്തിയാകും. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മലമ്പുഴ ഡാമിന്റെ ഉദ്യാനം നിലവിൽ അടച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം മാർച്ചിലൂടെ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ 1-ാം ഘട്ടം മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഉദ്യാന ഭാഗങ്ങളാണ് നിലവിൽ നടത്തുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാർച്ച് അവസാനത്തോടെ നമുക്ക് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. 75 കോടി 87 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരാണ് നിർമ്മാണ ചെലവ് വഹിക്കുന്നത്. നവീകരണം പൂർത്തിയായ ശേഷം പ്രത്യേക ബുക്കിംഗ്, താമസം, ഭക്ഷണം, യാത്രാ സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തും. ന്യൂസ് 18 പാലക്കാട്. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. 1-ാം വിവാഹ വാർഷിക ആഘോഷിക്കുന്ന അനിലും ദേവികയും. അവർക്ക് ആശംസകൾ നൽകുന്നത് ക്യാപ്റ്റൻ അരുൺദാസ്, രാഖി, അനാമിക, അനുശ്രീ എന്നിവരാണ്. ന്യൂസ് 18ന്റെ ആശംസകളും അനിലിനും ദേവികയ്ക്കും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ. രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. ഒരു നല്ല ദിവസം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കും.